കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിലൊരു 2 കലാരൂപങ്ങളും വെച്ചിട്ടുണ്ട്. കലകളുടെ ഒരു അത്രയും വലിയൊരു വൈവിധ്യം കേരളത്തിലുണ്ട്. അതായത് ഞാൻ തന്നെ ഒരു 350-400ഓളം കലകളുടെ പേര് കളക്ട് ചെയ്ത് വെച്ചു. പക്ഷേ ഒന്നും ആയിട്ടില്ല, പിന്നെയും കിടക്കുകയാണ് ധാരാളം കലകൾ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അത്തരത്തിലുള്ള നിരവധി കലകളുണ്ട്. ആ കലകളിൽ നിരവധി ഗാന രീതികളുണ്ട്, സംഗീത ആലാപന രീതികളുണ്ട്. അതേപോലെ തന്നെ നിരവധി നമ്മൾ ഒരിക്കലും പോപ്പുലർ മ്യൂസിക് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള നിരവധി സംഗീത ഉപകരണങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു സംസ്കാരം നമ്മളുടെ ഈ സിനിമാ ഗാനങ്ങളിലേക്ക് വരുന്നില്ല. അതാണ് എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സംഗതികൾ ഓർത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ജനപ്രിയ സംഗീതത്തിൻ്റെ ചരിത്രം ആദ്യം എഴുതുന്നത്. അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ പോപ്പ് മ്യൂസിക്കിൻ്റെ ഒരു ഹിസ്റ്ററി അത് മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പരമ്പരാഗതമായ സംഗീത ശൈലികളുണ്ടാവും, ഒപ്പം തന്നെ ആധുനികത എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. എന്താണ് ആധുനികത എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂറോസെൻട്രിക് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. യൂറോപ്പിൻ്റെ അമേരിക്കയുടെയും ഒരു സംഗീതത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നമ്മുടെ വസ്ത്രധാരണത്തിലുൾപ്പെടെ, നമ്മളുടെ പെരുമാറ്റത്തിലുൾപ്പെടെ, നമ്മളുടെ ജീവിത രീതിയിൽ ഉൾപ്പെടെ വന്നു ചേർന്നിട്ടുള്ള വലിയൊരു ബ്രേക്കാണ് വാസ്തവത്തിൽ മോഡേണിറ്റി എന്ന് പറയുന്നൊരു സംഗതി. ഈ വിശ്വാസത്തിന് പകരം യുക്തി കടന്നു വരികയും മതത്തിൻ്റെ സ്ഥാനത്ത് ശാസ്ത്രം കടന്നു വരികയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മനുഷ്യാധ്വാനത്തിന് പകരം യന്ത്രങ്ങൾ കടന്നു വരികയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഇവിടെ അത് കൊളോണിയൽ മോഡേണിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യയിലത് സംഭവിക്കുന്നത്. അതായത് ആ സമയത്ത് ഇവിടെ ബ്രിട്ടീഷുകാരാണ് പ്രധാനമായിട്ട് ഭരിച്ചിരുന്നത്. കൂടാതെ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഡച്ചുകാരുടെയൊക്കെ കോളനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സംഗീതം ഒരിക്കലും കലർപ്പില്ലാതെ ഏതെങ്കിലും ഒരു തനത് ധാരയെ അതേപടി ഉയർത്തിക്കാണിച്ച് അതിൻ്റെ ഒരു പുതിയ ആവിഷ്കാരം നിർവഹിച്ച് ഒരു പുതിയ സംഗീത സംസ്കാരം ഉണ്ടാക്കാൻ ഒരിക്കലും പറ്റില്ല. സംഗീതം എപ്പോഴും കലർപ്പുകളുടേതാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നാടൻ സംഗീത ശൈലികളും ആധുനികതയുമായി സമന്വയിച്ചു എന്നൊരു സംഗീതം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോഴും പറയുന്നൊരു കാര്യം. എന്നുവെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ റാപ്പിലൊക്കെ സംഭവിക്കുന്നത് അതാണ്, ഇപ്പോഴത്തെ പാട്ടുകളിൽ സംഭവിക്കുന്നത് അതാണ്. ഇപ്പോൾ ഒരാൾ ഒരു വഞ്ചിപ്പാട്ട് രീതിയിലൊരു പാട്ട് പാടുന്നു. അപ്പോൾ വഞ്ചിപ്പാട്ട് രീതിയിലുള്ളൊരു പാട്ട് വഞ്ചിപ്പാട്ടിൻ്റെ രീതിയിൽ തുടങ്ങുന്നു, അതേസമയത്ത് പെട്ടെന്ന് റാപ്പിൻ്റെ ഒരു സമ്പ്രദായത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ എന്തരോ മഹാനുഭാവുലു എന്ന് പറഞ്ഞിട്ട് ഒരു ഗാനം തുടങ്ങുന്നു. ഈ എന്തരോ മഹാനുഭാവുലു എന്ന് തുടങ്ങുന്ന ഗാനം തൊട്ട് പിന്നാലെ റാപ്പിൻ്റെ രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ എന്താ പറയണ്ടേ, ഇതിൻ്റെ ഒരു വലിയ കലർപ്പ് ഏത് സമയത്തും ഉണ്ടാകും. ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആധുനികമായ സംഗീത ശൈലികളുണ്ട്, ആധുനികമായ സംഗീത ഉപകരണങ്ങളുണ്ട്. ഇവയുടെ ഒക്കെ ഒപ്പം തന്നെ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അടിത്തട്ടിൽ ലയിച്ച് കിടക്കുന്ന സംഗീതമുണ്ട്. ആ സംഗീതവും ഇതും കൂടി വളരെ സ്വാഭാവികമായി സമന്വയിച്ചാൽ മാത്രമേ ഒരു പുതിയ സംഗീത സംസ്കാരം ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ പാശ്ചാത്യ സംഗീതത്തിനെ ആ രീതിയിൽ വെറുതെ അനുകരിക്കുക എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ഈ തനത് സംഗീതം എന്ന് പറഞ്ഞിട്ട് സവിശേഷമായൊരു സംഗീത ശൈലി ഉയർത്തിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അതിനൊക്കെ ധാരാളം പരിമിതികളുണ്ട്. ഇപ്പോൾ തനത് സംഗീതം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഒരു സംഗീത ശൈലി രൂപം കൊള്ളുന്ന അതിൻ്റെ സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആധുനികാനന്തരമായ ജീവിത സംഘർഷങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഗതികളോ അഡ്രസ്സ് ചെയ്യാനുള്ള ശേഷി പലപ്പോഴും വളരെ പരമ്പരാഗതമായിട്ടുള്ള സ്പേസിലുണ്ടായ സംഗീത കൃതികൾക്ക് അല്ലെങ്കിൽ സംഗീത രൂപങ്ങൾക്കോ അവയുടെ രീതിയിലുള്ള വരികൾക്കോ ഒന്നും പറ്റണമെന്നില്ല.